ഖുർആനിലെ ഒരൊറ്റ ആയത്ത് നോക്കാം. അതിലൊരു വലിയ വാദമുണ്ട്. എന്താണെന്ന് നമുക്കൊന്ന് വിശദമായി കാണാം. തുടങ്ങുമ്പോൾ തന്നെ ഈ വാക്യം ഒരു വലിയ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്, അതിന്റെ ഉറവിടത്തെക്കുറിച്ച്. വെളിപാട് എന്ന വാക്ക് ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അതൊരു വേർതിരിവ് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോ ഇത്ര വലിയൊരു അവകാശവാദത്തിന് ഈ വാക്യം എങ്ങനെയാണ് സാധുത നൽകുന്നത്? സംഗതി വളരെ സിമ്പിളാണ്. അത് നേരെ വിരൽ ചൂണ്ടുന്നത് സൃഷ്ടിയിലേക്കാണ്. അതായത് നമുക്കറിയാവുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന ഈ ഭൂമി, പിന്നെ നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമുള്ള ആകാശങ്ങളും. ഇതിൽ നിന്ന് വരുന്ന ആശയം ലളിതമാണെങ്കിലും ശരിക്കും ആഴമുള്ളതാണ്. ഇതിലെ ലോജിക് ഇതാണ്: എല്ലാം സൃഷ്ടിച്ചെങ്കിൽ എല്ലാം അറിയാമായിരിക്കും. അപ്പോൾ ആ സന്ദേശം സത്യമാകാതെ തരമില്ല. അപ്പോ സ്വാഭാവികമായും അടുത്ത ചോദ്യം വരും, അല്ലേ? എല്ലാം അറിയുന്നൊരിടത്തുനിന്ന് എന്തിനൊരു സന്ദേശം? അത് ശക്തി കാണിക്കാനല്ല, മറിച്ച് ഒരു വിശ്വാസമുണ്ടാക്കാനും ഒരു ഉറപ്പ് നൽകാനുമാണ്. അതുകൊണ്ടുതന്നെ ഈ സന്ദേശം കേവലം സത്യസന്ധം എന്നതിലുപരി വിവേകവും കാരുണ്യവും നിറഞ്ഞതായി മാറുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഇതൊരു ഭാരമായി നമ്മളെ തളർത്താനുള്ളതല്ല, പകരം നമ്മളെ നയിക്കാനുള്ള ഒരു വഴികാട്ടിയാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു വാദം വരാനിരിക്കുന്ന കാര്യങ്ങളിലേക്കുള്ള ഒരു തുടക്കം കുറിക്കുകയാണ്. അതുകൊണ്ട് കേൾക്കുന്നവരോട് ഇത് 2 കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്: ഉറവിടം, കാരണം വിനയവും, അതിന്റെ ലക്ഷ്യത്തില് ആത്മവിശ്വാസവും. ഇതൊന്നാലോചിച്ച് നോക്കൂ, അല്ലേ? ഒരു സന്ദേശത്തിന്റെ ഉറവിടം നമ്മളത് കേൾക്കുന്ന രീതിയെ എത്രമാത്രം മാറ്റിമറിക്കും. تنزيلا ممن خلق الأرض والسماوات العلا